റിപ്പോർട്ടർ ബ്രേക്കിംഗ് അവേഴ്സ് തുടരുകയാണ്. കണ്ണൂർ അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് കേസിൽ 5 ജില്ലകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് പരിശോധന. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇ ഡിയുടെ നടപടി. അല്ലമീനുണ്ട് കൊച്ചിയിൽ നിന്ന്. അല്ലമീൻ, എപ്പോഴാണ് ഈ റെയ്ഡ് തുടങ്ങിയത്? എന്തൊക്കെ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കണ്ടെത്തുവാൻ, ക്രമക്കേടുകൾ കണ്ടെത്തുവാൻ ഇ ഡിക്ക് സാധിച്ചിട്ടുണ്ടോ? ബിനിൽ, ഇന്ന് രാവിലെ മുതലാണ് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇ ഡി പരിശോധന നടക്കുന്നത്. കണ്ണൂർ അർബൻ നിധി ബാങ്കുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 5 ജില്ലകളിൽ പരിശോധന. ഈ ബാങ്കിന്റെ വിവിധ ജില്ലകളിലെ കേന്ദ്രങ്ങളിലാണ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് അർബൻ നിധി ബാങ്കിനെതിരായിട്ടുള്ള ആരോപണം. ഇങ്ങനെ നിക്ഷേപ തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നൊരു സംശയവും ഇ ഡിക്കുണ്ട്. ആ സാഹചര്യത്തിലാണ് ബാങ്കിന്റെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുക ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ 5 കേന്ദ്രങ്ങളിൽ ബാങ്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നത്. കരുവന്നൂരിലേതിന് സമാനമായ തട്ടിപ്പാണ് കണ്ണൂർ അർബൻ നിധി ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത്, നിക്ഷേപ തട്ടിപ്പിന്റെ മറവിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട ചിലർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്രൈംബ്രാഞ്ച് നടപടി പുരോഗമിക്കുന്നതിനിടെയാണ് ഇ ഡി കൂടി ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് തെളിയിക്കുന്ന രേഖകൾ അത് ഇ ഡി കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഏതായാലും പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് പരിശോധന ഒരു അപ്ഡേറ്റ്സ്, ഒരു സ്റ്റാറ്റസ് അത് ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്.